വിഷപ്പാമ്പുകൾ കടിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കുമോ? അതൊന്ന് വിശദീകരിക്കുമോ? അതെ, ഓരോ പാമ്പിനും അനുസരിച്ചുകൊണ്ടും അതിന്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ കോബ്ര മൂർഖന്റെ വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളാണെങ്കിൽ പലപ്പോഴും നമ്മുടെ നാഡി ഞരമ്പുകളുടെ നെർവസ് സിസ്റ്റം ന്യൂറോടോക്സിൻ ആണത്. നമ്മുടെ നാഡി ഞരമ്പുകൾ വീക്ക്നെസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ അതോടൊപ്പം ആ നാഡി ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്ന മസിൽസും കാര്യങ്ങളൊക്കെ വീക്കാകും. അങ്ങനെ കോബ്ര ബൈറ്റ് ഉണ്ടായ ഒരാളുടെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കൺപോളകൾ മേൽപോട്ടേക്ക് ഉയർത്തി നോക്കാൻ ആ പേഷ്യൻസിന് കഴിയില്ല. അതാണ് ആദ്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന മസിൽസ് എന്ന് പറയുന്നത്. ഈ തുറന്നു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൺപോളകൾ മേലോട്ടേക്ക് ഉയർത്താനും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അത് കണ്ടു തുടങ്ങിയാൽ ഉടനടി ആ പേഷ്യൻസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ്. കോബ്ര ബൈറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ, മൂർഖന്റെ കടിയാണെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആന്റി സ്നേക്ക് വിനം മാത്രം ഉണ്ടായാൽ പോരാ, അവിടെ ഒരു വെന്റിലേറ്റർ ഫെസിലിറ്റി കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം പലപ്പോഴും കോബ്ര ബൈറ്റ് ഏറ്റ ആളുകൾ മരണപ്പെടുന്നത് അവരുടെ നാഡീഞരമ്പുകൾ വീക്കായി, നമ്മുടെ റെസ്പിറേഷൻ, നമ്മുടെ ശ്വാസത്തെ സഹായിക്കുന്ന മസിൽസ് ഒക്കെ വീക്കായി, ശ്വാസം എടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ഓക്സിജന്റെ അളവും കാര്യങ്ങളൊക്കെ കുറയുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെയാണ് പലപ്പോഴും കോബ്ര ബൈറ്റുകൾ ഉണ്ടായ രോഗികൾ മരണപ്പെടുന്നത്. അത് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ടു ഹവേഴ്സ് അത് സംഭവിക്കും. അത് എത്രത്തോളം വിഷാംശം ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ അതനുസരിച്ചുകൊണ്ട് അതിന്റെ സമയ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും എന്തായാലും വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ടു ഹവേഴ്സ് അത് സംഭവിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു വെന്റിലേറ്റർ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായി നമ്മൾ കോബ്ര ബൈറ്റ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ എത്തിക്കുന്നതെങ്കിൽ കോബ്ര ബൈറ്റ് സംഭവിച്ച ഒരു രോഗിയെ 99% നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. അവരൊരിക്കലും മരണപ്പെടേണ്ട സാഹചര്യമില്ല. നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി അവർക്ക് ആന്റി സ്നേക്ക് വിനമും കാര്യങ്ങളും കൊടുത്ത് ആ വിഷാംശത്തെ നമ്മൾ നിർവീര്യമാക്കി ആ രൂപത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് അവർ ഇംപ്രൂവ് ആയി വരും. രണ്ടാമത്തെ വിഭാഗം അണലിയാണ്. അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് എപ്പോഴും ഹീമോടോക്സിൻ ആണ്. നമുക്ക് ഈ കോബ്രയിൽ പറഞ്ഞതുപോലെ നാടിഞരമ്പുകളെ വീക്ക്നെസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ഒരിക്കലും അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ കാണിക്കാറില്ല. അത് പലപ്പോഴും നമ്മുടെ രക്തത്തിന്റെ കോശങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. അതങ്ങനെ വല്ലാതെ രൂപത്തിൽ കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് കിഡ്നി ഫെയിലർ, റീനൽ ഫെയിലിയറിലേക്കും ഡയാലിസിസ് ആവശ്യമാവുന്ന രൂപത്തിലേക്കൊക്കെ മാറാറുണ്ട്. അപ്പം ഈ അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയാണെങ്കിൽ പലപ്പോഴും ഇനീഷ്യൽ ഫ്യൂ ഹവേഴ്സ് ചിലപ്പം സിംറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ജസ്റ്റ് ഈ കടിച്ച ഭാഗത്തുള്ള ഫിറ്റ്നസോ കാര്യങ്ങളോ മാത്രമേ ഉണ്ടാകുള്ളൂ. വിത്തിൻ ഫ്യൂ ഹവേഴ്സ് ടു ഡേയ്സ് ആണ് പലപ്പോഴും ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ രക്തം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊക്കെ കാണാറുള്ളത്. അപ്പം അത് കണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആന്റി സ്നേക്ക് വെനം കൊടുക്കുന്നതോടൊപ്പം ഈ റീനൽ ഫെയിലർ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഡയാലിസിസിന്റെ ആവശ്യകതയും മറ്റൊക്കെ ആവശ്യമായിട്ട് വരാറുണ്ട്. എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടത് പലപ്പോഴും അത് ബോത്ത് ഹീമോടോക്സിൻ ആൻഡ് ന്യൂറോടോക്സിൻ രണ്ട് രൂപത്തിലും ആക്ട് ചെയ്യാറുണ്ട്. അത് ന്യൂറോടോക്സിക് വിഭാഗത്തിൽപ്പെട്ട ഈ നമ്മൾ നേരത്തെ മൂർഖന്റെ വിഭാഗത്തിൽ പറഞ്ഞതുപോലെ ലക്ഷണങ്ങളും ചിലപ്പോൾ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഹീമോടോക്സിസിറ്റി അണലി വിഭാഗത്തിൽപ്പെട്ടത് പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ക്രൈറ്റിന്റെ ഏറ്റവും മുഖ്യമായ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ കടിച്ച ഭാഗത്ത് മാർക്കിങ്സ് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിന് ചെറിയ പല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കടിച്ച ആളുകൾ പോലും ചിലപ്പോൾ അറിയില്ല. ചില ആളുകളൊക്കെ വീട്ടിൽ കടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വീക്ക്നെസ്സും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് പലപ്പോഴും അതൊരു ക്രൈറ്റ് ബൈറ്റ് ആയിരിക്കാനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടറിയണം. കാരണം അത് കടിക്കപ്പെട്ട ആളുകൾ പോലും അത് ചിലപ്പോൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് ക്രൈറ്റിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രശ്നമായി നമ്മൾ കാണാറുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.